എൻ്റെ പേര് സുരേഷ് വിശ്വനാഥനാണ്. ഇപ്പോൾ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് നെട്ടൂർ പെട്ടി, കഥകളിപ്പെട്ടി, ആമടപ്പെട്ടി എന്നൊക്കെ പറയുന്ന ആ ഒരു ശ്രേണിയിൽപ്പെട്ട ക്രാഫ്റ്റ്സാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 40 കൊല്ലത്തിലേറെയായിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് കേരളൈറ്റ് ആയിട്ടുള്ള തന്നെ സാധനമാണ്. കേരളത്തിൻ്റെ തന്നെ സ്വന്തം ഇതാണ്. ഞാനൊക്കെ എൻ്റെ സ്കൂൾ കാലം മുതൽ ഇത് കണ്ടും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചെയ്തിട്ടുമൊക്കെയാണ് വരുന്നത്. ആമാട പെട്ടി എന്ന് പറയുന്നത്, ആമാട എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ നാണയം എന്നാണ് പറയുന്നത്. അത് സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പെട്ടി എന്നുള്ള നിലയിലാണ് ആമാടപ്പെട്ടി എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിന് നെട്ടൂർ പെട്ടി എന്ന് പറയുന്നതിൻ്റെ നെട്ടൂർ എന്ന് പറയുന്നത് തന്നെ കറക്റ്റായിട്ട് നമുക്കൊരു ദേശം കണ്ടുപിടിക്കാനായിട്ടില്ല. നെട്ടൂർ എന്ന് പറയുന്നത് ഇപ്പോൾ എറണാകുളത്തൊരു നെട്ടൂറുണ്ട്, വേറെ എവിടെയോ ഒരു നെട്ടൂറുണ്ട്. പക്ഷേ അവിടെയൊന്നും അല്ല എൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. പണ്ട് തിരുവിതാംകൂർ എന്ന് പറയുന്നത്, നമുക്ക് തിരുവിതാംകൂർ എന്ന് പറയുന്ന ദേശം നമുക്ക് ഏകദേശം കന്യാകുമാരി ജില്ല വരെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ പൂർവികർ എവിടെ നിന്നാണ് വന്നതെന്നും അതിൻ്റെ കൃത്യത നമുക്കറിയില്ല. പല ചരിത്ര പണ്ഡിതന്മാരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് പഴക്കം എന്ന് പറയുന്നത് ഏകദേശം 400-500 കൊല്ലത്തിൽ കൂടുതൽ പഴക്കം ഉണ്ട്. അപ്പോൾ നമുക്ക് 10-300 കൊല്ലം പഴക്കമുള്ള പല സാധനങ്ങളും നമ്മുടെ കയ്യിൽ തന്നെയും ഉണ്ട്. ഇപ്പം നെട്ടൂർ പെട്ടി എന്ന് പറഞ്ഞാലും, ഇപ്പോൾ കഥകളി പെട്ടി എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ചെപ്പെന്ന് പറഞ്ഞാലും, കാൽപ്പെട്ടിയോ കൈപ്പെട്ടിയോ അങ്ങനത്തെ സാധനങ്ങളായിരുന്നാലും ശരി, ഇതെല്ലാം നമുക്ക് വേണം. നമ്മുടെ വീട്ടിലൊരു ഇതിൻ്റെ ഒരു ഇത് വേണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ആൾക്കാർ വന്ന് വാങ്ങുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പം അതിൻ്റേതായ ഒരു ഡിമാൻഡുണ്ട്. പൊതുവിൽ ഇതിന് പറയുന്നത് നെട്ടൂർ പെട്ടി എന്നാണ്. നെട്ടൂർ പെട്ടി എന്ന് പറയുന്നു, വെച്ചൂർ പെട്ടി എന്ന് പറയാറുണ്ട്, ആമാടപ്പെട്ടി എന്ന് പറയാറുണ്ട്, അങ്ങനെ പല പേരുകളിൽ, ചെല്ലപ്പെട്ടി എന്ന് പറയാറുണ്ട്. അങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് പണ്ട് കാലത്ത് നമ്മുടെ തറവാടുകളിലും മിക്കവാറും എല്ലാ വീടുകളിലും ഒക്കെ ഇതുണ്ടായിരുന്നതാണ്, ഈ പെട്ടി എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് അത് ഉപയോഗിച്ചിരുന്നത് ഈ ആഭരണങ്ങളൊക്കെ സൂക്ഷിക്കാനും. ഇപ്പോൾ ആ കുടുംബത്തിലൊരു കല്യാണം ഒക്കെ വരികയാണെങ്കിൽ ആ കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് ഇതിനകത്താണ് ആഭരണങ്ങളൊക്കെ വെച്ചിട്ട് അതേപോലെ അത് കൊടുക്കുകയും അതിനകത്ത് സൂക്ഷിച്ച് വയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യകാലത്ത് ഇത് ചെയ്തിരുന്നത് ഒറ്റ തടിയിലാണ്. ഒരു തടിയിൽ അതിൻ്റെ ഉള്ളു മുഴുവൻ അതിൻ്റെ ആവശ്യത്തിനുള്ള ഇതെടുത്തിട്ട് അതിനെ കൊത്തി കളഞ്ഞിട്ട് അതിനെ ഫിനിഷ് ചെയ്തിട്ട്, ടോപ്പായിരുന്നാലും ശരി തന്നെയാണ് ആ ഷേപ്പിൽ. ഇതിപ്പം ആദ്യത്തെ ഒരു ബേസിക് ഇതെന്ന് പറയുന്നത് നമ്മൾ തടി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്ന തടികളെന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആഞ്ഞിലി, പ്ലാവ്, തേക്ക്, ഈട്ടി, ഇത്തരം മരങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ആഞ്ഞിലിയും പ്ലാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീടുകളായിരുന്നാലും അമ്പലങ്ങളായിരുന്നാലും കൊട്ടാരങ്ങൾ അന്നൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന മരമാണ്. അപ്പോൾ അത്രയും ഈ വർഷം പഴക്കമുള്ള, അത്രയും പ്രായമുള്ള, അത്രയും സീസൺഡ് ആയിട്ടുള്ള മരങ്ങളാണ് അതിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ തേക്കായിരുന്നാലും അതുപോലെ തന്നെയാണ്. ഇതിനകത്ത് ഏറ്റവും ഇതെന്ന് പറയുന്നത് ഈട്ടി തന്നെയാണ്. അപ്പോൾ ഓരോ പെട്ടി ഉണ്ടാക്കുന്നതിനും അതിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള, ആ കനം തിക്നെസ് അനുസരിച്ചിട്ടുള്ള പലക എടുത്ത് നമ്മളതിനെ കട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് ആ ഒരു ബോക്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്.
അതിനെ ഫിനിഷ് ചെയ്ത് അതിൻ്റെ പുറത്ത് പോളിഷ് ആണെങ്കിൽ പോളിഷിന് വേണ്ടുന്ന കാര്യങ്ങൾ, അതല്ല വരയ്ക്കാനാണെങ്കിൽ നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനകത്ത് പണ്ട് കാലത്ത് ഈ ഇത്തരം പെട്ടികളിലൊക്കെ തുകലാണ് ഉപയോഗിച്ചിരുന്നത്, ലെതർ, അനിമൽസിൻ്റെ ലെതറാണ്. ഇപ്പോൾ നമ്മൾ തുകൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻവാസാണ്. ക്യാൻവാസ് ഒട്ടിച്ച് നമ്മൾ ആവശ്യമുള്ള കളേഴ്സ്, നമ്മൾ മെയിൻലി നമ്മൾ പണ്ടേ കാലത്ത് ഉപയോഗിക്കുന്നത് ഓറഞ്ച്, റെഡ്, ഗ്രീന്, ഐവറി, അത്തരം കളറാണ്, ബ്ലാക്ക്, ഇത്തരം കളറാണ് മോസ്റ്റ്ലി നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു സൈഡിൽ ഇത് ചെയ്യുമ്പോൾ ബ്രാസിൽ നമ്മൾ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റായിട്ട് അതിൻ്റെ ഡിസൈൻസ് നമ്മൾ തയ്യാറാക്കിയെടുക്കുകയാണ്. അപ്പോൾ അത്തരം ഡിസൈൻസ് എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ ലോക്ക്, അതിൻ്റെ ഹാൻഡിൽസ്, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇതിലോട്ട് പിടിപ്പിക്കാവുന്ന, അത് പോളിഷ് ചെയ്ത് അതിന് ബ്രാസ് അതേപോലെ തന്നെ അതിൻ്റേതായ പ്രോസസ്സിങ് ഉണ്ട്. അതിനെ തേച്ച് അതിനെ ഇതൊക്കെ ആയിട്ട് അത് പോളിഷ് ചെയ്തിട്ട് അതിനെ ബഫ് ചെയ്യുകയെന്ന് പറയും, നമ്മളതിനെ പോളിഷ് ചെയ്യുന്ന ഒരവസ്ഥ. ആ പോളിഷ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് പിടിപ്പിക്കുന്നത്. പെട്ടികളിൽ തന്നെ ഒരുപാട് വ്യത്യാസമുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കാൽപ്പെട്ടി, ഇതേപോലുള്ള ആവശ്യത്തിന് കൈപ്പെട്ടി എന്ന് പറയും. അത് ഈ പണ്ട് ഈ കാര്യസ്ഥന്മാർ ഈ പ്രമാണിയുടെ കൂടെ നടക്കുമ്പോൾ ഈ കയ്യിലിങ്ങനെ, അതായത് ചെറിയ ബ്രീഫ് കേസ് പോലെ, നമ്മുടെ ചെറിയ ബ്രീഫ് കേസ് ഇപ്പോഴത്തെ കാലത്ത് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാഗ് ഉപയോഗിക്കുന്ന പോലെ ഈ സാധനം ആണ് കൊണ്ടുപോവുക. അതിനകത്ത് അതിൻ്റെ അറകൾ അതേപോലത്തെ ഉണ്ട്, സ്വർണം, പ്രമാണങ്ങൾ, കാശ്, അതിനകത്ത് പൈസ സൂക്ഷിക്കാനും ഇതെല്ലാം. അപ്പോൾ ഓരോ ഇതിനും അതിൽ നിന്നാണ് ഈ ബോക്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൈപ്പെട്ടിയുണ്ട്. ഈ പിന്നെ കഥകളിപ്പെട്ടി എന്ന് പറയുന്നതിന് കഥകളിയുടെ ആടയാഭരണങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കഥകളിപ്പെട്ടി എന്ന് പറഞ്ഞാൽ ആട്ടപ്പെട്ടി എന്ന് പറയും. നമ്മുടെ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. അരിപ്പെട്ടി എന്ന് പറയും, ഇച്ചിരി വലുതായിട്ടുള്ള. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ അടുക്കളയോടൊക്കെ ചേർന്നിട്ട് സ്റ്റോർ റൂം പോലെ അവിടെ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതേപോലെ തന്നെ തടിയിൽ ചെയ്തിട്ട് അരികുകളിലൊക്കെ ചെറിയ ബ്രാസിൻ്റെ വെക്കോ ഇതും ലോക്കോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മുടെ അരിയും മറ്റ് ധാന്യങ്ങളും ഒക്കെ ഇട്ട് സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ്. അതിനാണ് അരിപ്പെട്ടി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ചെപ്പെന്ന് പറയുന്നത്, അപ്പോൾ ചെപ്പെന്ന് പറയുന്നത് ഈ കടഞ്ഞെടുക്കുന്നതാണ്, കയ്യിൽ തന്നെ നമ്മൾ കടഞ്ഞെടുക്കുന്നതാണ്. അത് മരത്തിൻ്റെ വേരുകളിൽ നിന്നാണ് പ്രധാനമായിട്ടും ചെയ്ത് കിട്ടുന്നത്. നമുക്കതിനകത്തൊരു ടിപ്പിക്കലായിട്ടുള്ള നമ്മുടെ ഒരു സാധാരണ ഒരു ഡിസൈൻസ് ഉണ്ട്, ആ പഴയ കാലത്ത് തന്നെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ. പക്ഷെ ഇപ്പോൾ നമുക്കതിനകത്ത് കസ്റ്റമൈസ്ഡ് ആയിട്ട്, ഇപ്പോൾ ഇന്ന ഒരാൾ ഇങ്ങനെ നമുക്ക് ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആ രീതിക്കും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പാറ്റേണൊക്കെ അതേ ഇത് തന്നെയാണ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഈ പ്രമുഖമായ സ്ഥലത്തേക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്തേക്ക്. വിശുദ്ധരുടെ റിലിക്സ് വത്തിക്കാനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആയിരുന്നു ഏവുപ്രാവുസ്വാമിയും ചാവറേച്ചനും, ഇവരുടെ രണ്ടുപേരുടെ. ഇതവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്നൊരു ഫാദറാണ് വന്നിട്ട് നമുക്ക് ഈ ഫോട്ടോഗ്രാഫും ഒരു വലിയ കേക്കൊക്കെ ആയിട്ട് വന്ന് പുള്ളി ഭയങ്കര സന്തോഷമായിട്ട് വന്നു. അപ്പോഴാണ് നമ്മളിതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴാണ് പോപ്പ് ഇങ്ങനെ അതിനെ കയ്യിലെടുത്ത് ഇങ്ങനെ മുത്തുന്ന ആ ഒരു സാധനം. അപ്പം നമ്മൾ ചെയ്ത ഒരു സാധനം നമ്മൾ വളരെ ഇതായിട്ട് വന്നു. അപ്പം അത് നമുക്ക് വളരെ സന്തോഷം തരുന്ന സാധനമാണ്. പിന്നെ ഇതൊരു കൗതുക വസ്തുവും കൂടിയാണ്, ഒരു അവശ്യ വസ്തുവല്ലല്ലോ. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി ജോബ്, ഈ എവറി പീസ്, ഓരോ ആർട്ട് ഫാക്റ്റും നമ്മുടെ പൂർണ്ണ തൃപ്തിയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഫാദർ ചെയ്ത് കണ്ട് അങ്ങനെ ഇത് വന്ന് അതിനകത്ത് ചെയ്തു. ഞാൻ എൻ്റെ പഠനം ഏകദേശം ഞാൻ ഡിഗ്രി വരെ പോയി. അത് കഴിഞ്ഞിട്ടും മറ്റു മേഖലകളിൽ എന്തെങ്കിലും ഇതൊക്കെയാണ് പോകാനാണ് നമ്മുടെ താല്പര്യം ഉണ്ടായിരുന്നത്. കാര്യം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെയും
ഇതിൻ്റെ ഇതും നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ടും വേറെ എന്തെങ്കിലും ബെറ്റർ ജോബ് കിട്ടുകയാണെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ഇതിൽ തന്നെ വന്നു. ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്കത് നമ്മുടെ ഒരു അഡിക്ഷൻ പോലെ നമ്മൾ ആ ഒരു സാധനം ചെയ്തു പോവാം. അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു വാല്യൂ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഇതിൽ നിൽക്കുന്നതാണ്. ആൾ നിങ്ങൾ കയ്യിൽ വാങ്ങിയിട്ട് നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരി, അതിലാണ് നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. ഇത് നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഇത് അന്യം നിന്ന് പോകാൻ പാടില്ല. ഈ കൈത്തൊഴിലെന്ന് പറയുന്നത് ഓരോ മേഖലയായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കിതിനകത്ത് മെയിനായിട്ട് വേണ്ടത് അതിനോടുള്ള ഒരു ഡെഡിക്കേഷൻ, അതിൻ്റെ ക്ഷമ വേണം അങ്ങേയറ്റം. എങ്കിൽ മാത്രമേ അത് ഇരുന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാത്തവർക്ക് അത് ചെയ്യാൻ പാടാം. നമ്മളുണ്ടാക്കുന്ന സാധനത്തിന് നല്ല വിലയും നമുക്ക് അതിൻ്റേതായ ഉടനെ തന്നെ അതിനെ കാശ് കിട്ടാനുള്ള ഒരു സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി നമ്മൾ അതിനെ പിടിച്ചു നിർത്തും, നമുക്കത് പ്രചോദിപ്പിക്കും. നമ്മൾ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ ഈ ഓടി നടന്ന് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റെമ്യൂണറേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നാൾ അങ്ങനെ പിടിച്ചിരിക്കാൻ തോന്നും? പുതിയ തലമുറ വരുന്നു ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വരുന്നതല്ലാതെ അവർ ആ ഒരു ക്ഷമയോടും ആ ഒരു ഡെഡിക്കേഷനോട് കൂടി വരുന്നത് ഇല്ലയെന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ ഈ ട്രെയിനിങ്ങും നമ്മൾ ഇത് കൊടുത്തത് വേറെ ആരെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളതിൽ സന്തോഷിക്കുന്ന ആൾക്കാരാണ്. കാര്യം ഇത് അന്യം നിന്ന് പോകാൻ പാടില്ല. ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഘട്ടത്തിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ഇത് നോക്കാം. പിന്നെ അറിയില്ല, ഇതിലൊരു നിയോഗം പോലെ വന്നു പെട്ടതാണ്. ഫാദറിന് ഉറപ്പുണ്ടായിരുന്നു ഇത് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ കൊണ്ടുപോകും എന്നുള്ളതുണ്ടായിരുന്നു.